നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി ഞാൻ ഉന്മേഷ് വരാമൻ, എന്നോടൊപ്പം കേൾവി വരുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി സോനാജറി കൂടി ചേരുന്നു. ആദ്യ വാർത്തയിലേക്ക്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാരെ മാറ്റാൻ ഉത്തരവിട്ടു. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വിശ്വസ്തനായ DGP രാജീവ് കുമാറിനെയും മാറ്റി. വിവേക് സഹായാണ് പശ്ചിമ ബംഗാളിന്റെ പുതിയ പോലീസ് മേധാവി. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഉച്ചയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് കൈമാറിയത്. ആ ഉത്തരവിൽ നിലവിലുള്ള DGP സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. രാജീവ് കുമാർ എന്ന മമതാ ബാനർജിയുടെ വിശ്വസ്തനായിട്ടുള്ള IPS ഉദ്യോഗസ്ഥനാണ് ഈ രാജീവ് കുമാർ എന്നുള്ളത്. അദ്ദേഹത്തോട് മാറി നിൽക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ DGP ചുമതല വഹിക്കണം എന്നാണ് നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവേക് സഹായ് ആണ് പുതിയ DGP ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. പശ്ചിമബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് രാജീവ് കുമാർ DGP സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ആഭ്യന്തര സെക്രട്ടറിമാർക്കും സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ 2 സംസ്ഥാനങ്ങളിലെ പൊതുഭരണ സെക്രട്ടറി, മിസോറാമിന്റെയും ഹിമാചലിന്റെയും പൊതുഭരണ സെക്രട്ടറിമാർക്കും മാറ്റമുണ്ടായിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലെത്തും. വൈകിട്ട് 5:45 കോയമ്പത്തൂരിലെ റാലിയിൽ പങ്കെടുക്കും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. തെലങ്കാനയിൽ ഇന്ന് നടത്തിയ BJP പൊതുയോഗത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. इंडिया अलायंस के लोग अब इसी शक्ति को कुचलना चाहते हैं, तबाह करना चाहते हैं, समाप्त करना चाहते हैं. इन्हें मां भारती की बढ़ती हुई शक्ति से नफरत हो रही है. इंडिया अलायंस ने, कांग्रेस ने इसी शक्ति को ललकारा है. कांग्रेस को इसका जवाब देश की हर महिला, हर बहन, हर बेटी देगी. शक्ति का हर उपासक देगा. വിവരങ്ങളുമായി ഇപ്പോൾ മനേഷ് മൂർത്തി ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് എത്തുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ മനേഷ്? ഉന്മേഷ്, വൈകുന്നേരം 5:45 റോഡ് ഷോ, കോയമ്പത്തൂരിൽ റോഡ് ഷോ ഉള്ളത്. അത് മേട്ടുപ്പാളയം റോഡ് മുതൽ RS പുരം വരെയുള്ള 4 കിലോമീറ്ററിലാണ് റോഡ് ഷോ നടക്കുക. നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. പക്ഷേ മദ്രാസ് ഹൈക്കോടതി ഇടപെടലാണ് പിന്നീട് ഈ റാലിക്ക് പോലീസിന് അനുമതി നൽകാൻ നിർദ്ദേശവും നൽകുകയായിരുന്നു. അങ്ങനെയാണ് എന്തായാലും റാലി നടക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, അതായത് 12 മണിക്ക് ശേഷം അവിടെ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് ഏകദേശം 5000-ലധികം പോലീസുകാരാണ് ഇതിനായി അവിടെ നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആ റോഡിലേക്ക്, അതായത് ഈ റാലി കടന്നു പോകുന്ന 4 കിലോമീറ്റർ വരുന്ന ആ ഭാഗത്തേക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഒരു തരത്തിലും വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. ആ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ എന്തായാലും അവിടെ പൂർത്തിയായിട്ടുണ്ട്. 5:45 സമയം പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് റാലി നടക്കുകയും ചെയ്യും. എന്തായാലും ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ തെലങ്കാനയിലാണെങ്കിലും അതുപോലെ കർണാടകയിലെ ശിവമോഗയിലാണെങ്കിലും അതിരൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും ഒക്കെ ഉന്നയിക്കുന്നത്. വലിയ തോതിൽ നേരത്തെ ഈ ശക്തി പരാമർശവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം തെലങ്കാനയിൽ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, കർണാടകയിൽ ശിവമോഗയിൽ സമാനമായ രീതിയിൽ കോൺഗ്രസിനെതിരെ വലിയ തോതിലുള്ള വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്. കോൺഗ്രസ് അഴിമതിക്കാരാണ്, കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് കോൺഗ്രസുകാരുടെ ലക്ഷ്യം. അത് ജനങ്ങളെ ATM പോലെ കാണുകയാണ്. അങ്ങനെ കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കർണാടക സർക്കാരിനെ കുറിച്ചാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ അധികാരത്തിലേറിയതിനു ശേഷം നടപ്പാക്കുന്നില്ല. മാത്രമല്ല, നുണപ്രചരണം നടത്തുകയാണ് കോൺഗ്രസ് തുടങ്ങിയ അതിരൂക്ഷമായ ആരോപണങ്ങൾ എന്തായാലും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ശിവമോഗയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ കോയമ്പത്തൂർ റോഡ് ഷോയ്ക്കായി എത്തുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി വാക്പോരെന്ന് പറയേണ്ടി വരും. മതപരമായ ശക്തിയല്ല ഉദ്ദേശിച്ചതെന്ന രാഹുൽ ഗാന്ധിയുടെ മറുപടി വരുന്നു. ഇപ്പോൾ രാജ്യത്തെ അടിച്ചമർത്തുന്ന ശക്തികളെയാണ് ഉദ്ദേശിച്ചത്. വാക്കുകൾ വളച്ചൊടിക്കുന്നത് സത്യം അറിയുന്നത് കൊണ്ടാണെന്നും രാഹുൽ ട്വിറ്ററിൽ വ്യക്തമാക്കി. അച്യുതൻ ഇപ്പോൾ വിശദാംശങ്ങൾ വച്ചിരുന്നുണ്ട്. അച്യുതൻ, എന്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ? ഉന്മേഷ്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ മറുപടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എക്സ്പോസിലൂടെയാണ് അത്തരം മറുപടി ഉണ്ടായിരിക്കുന്നത്. അതായത് താൻ പറഞ്ഞ സത്യത്തെ വളച്ചൊടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. ഈ ശക്തി എന്ന് മോദി മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് ഈ നരേന്ദ്രമോദി ബാങ്കുകളിലെ ആയിരക്കണക്കിന് കോടിയുടെ വായ്പ
എഴുതി തള്ളുന്നു. പക്ഷെ അതേ സമയത്ത് കർഷകർ ആയിരക്കണക്കിന് രൂപ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. പാവപ്പെട്ടവരുടെ മേൽ GST അടിച്ചേൽപ്പിക്കുന്നു, വിലക്കയറ്റം രൂക്ഷമാകുന്നു. മാത്രമല്ല ഈ മോദി അനീതിയുടെയും അഴിമതിയുടെയും അസത്യത്തിന്റെയും ശക്തിയാണ്, ഒരു അല്ലെങ്കിൽ മതപരമായ ഒരു ശക്തിയല്ല എന്നുകൂടിയാണ് രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട്. അതായത് രാജ്യത്തെ ഒരു കൂട്ടം മാധ്യമങ്ങൾ സത്യത്തെ അടിച്ചമർത്തുന്നുവെന്നും രാഹുൽ ഗാന്ധി ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിലേക്ക് കൂടി ഇതിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഉമേഷ്. ആർ അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. കാസർഗോഡ് പെരിയയിൽ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മധൂർ സ്വദേശി ചേതൻ കുമാർ ആണ് മരിച്ചത്. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയ മെഹബൂബ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അരുൺ പാറയ്ക്കൽ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, 4:30 കൂടിയാണ് അപകടമുണ്ടാവുന്നത്. കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക്, അതായത് മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന ബസ്സാണ്, മെഹബൂബ് ബസ്സാണ്. ഈ ദേശീയപാതയാണ്. ഈ ദേശീയപാതയിൽ അമിത വേഗമാണോ ഈ അപകട കാരണമെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ബസ് തലകീഴായി മറിഞ്ഞു. ഡ്രൈവർക്കും മറ്റൊരു ആൾക്കും ഗുരുതരമായ പരിക്കേറ്റു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഡ്രൈവർ മധൂർ സ്വദേശി ചേതൻ കുമാറിന്റെ മരണം സ്ഥിരീകരിച്ചു. ഒരു യാത്രക്കാരന് ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ ബസ് അപകടത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ഈ നിരവധി ആളുകൾ ഈ ബസ്സിനകത്തുണ്ടായിരുന്നു. സ്കൂൾ വിടുന്ന സമയമാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ബസ്സിനകത്ത് ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉന്മേഷ്. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. കവി പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം. 12 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളിക്ക് സരസ്വതി സമ്മാൻ ലഭിക്കുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് പ്രഭാവർമ്മ പറഞ്ഞു. ഇത് നമ്മുടെ ഭാഷയ്ക്ക് കൈവരുന്ന, നമ്മുടെ സാഹിത്യത്തിന് കൈവരുന്ന വലിയ ഒരു അംഗീകാരമാണ്. മലയാള ഭാഷ ഇതര ഭാഷകൾക്ക് താഴെ അല്ല എന്നും നമ്മൾ ഈ ഭാഷയിലൂടെ സൃഷ്ടിക്കുന്ന സാഹിത്യം ലോകോത്തരമായ സാഹിത്യം തന്നെയാണ് എന്നും ലോകത്തിന് മുമ്പിൽ നമ്മുടെ ഭാഷ വിളിച്ചു പറയുന്ന നിമിഷങ്ങളിലൊന്നായാണ് എനിക്ക് സത്യത്തിൽ ഇത് അനുഭവപ്പെടുന്നത്. ആർ അച്യുതനുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, ഈ സാഹിത്യ രംഗത്ത് ലഭിക്കുന്ന ഒരു ഉയർന്ന ഒരു പുരസ്കാരമാണ് ഈ സരസ്വതി സമ്മാൻ. അത് നമ്മുടെ മലയാള സാഹിത്യ രംഗത്തില് ഇപ്പോൾ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒടുവിൽ ലഭിച്ചത് 2012 സുഗതകുമാരിക്കായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത്. 12 വർഷത്തിനിപ്പുറമാണ് ഇപ്പോൾ ഈ ഒരു പുരസ്കാരം അത് മലയാളത്തിൽ പ്രഭാവർമ്മയ്ക്ക് ലഭിക്കുന്നത്. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇതിനു മുൻപ് 1995 ബാലാമണി അമ്മയ്ക്കും 2005 അയ്യപ്പ പണിക്കറിനും ലഭിച്ചിരുന്നു. 4ാമത്തെ ആളായി പ്രഭാവർമ്മ ഇപ്പോൾ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുകയാണ്. ഇതിനു മുൻപ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും കേരള സാഹിത്യ അക്കാദമി അവാർഡുകളടക്കം നിരവധി അവാർഡുകൾ പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ അത് മലയാള സാഹിത്യ രംഗത്തിനും മലയാളികൾക്കും ഏറെ അഭിമാനകരമായ ഒരു നിമിഷം കൂടിയാണ്. ഉമേഷ്. ആർ അച്യുതൻ, ഡൽഹിയിൽ നിന്ന്. മൂന്നാർ മാട്ടുപ്പെട്ടി നെട്ടിക്കുടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. നെട്ടിക്കുടിയിലേക്കുള്ള വഴിയിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചത്. വനവകുപ്പ് വാച്ചർമാർ ആനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള ശ്രമം തുടരുകയാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ആദ്യം പടയപ്പ, ഇപ്പോൾ കാട്ടാനക്കൂട്ടം. എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? ഉന്മേഷ്, മൂന്നാറിൽ ഈ വന്യജീവികളുടെ ആക്രമണം അതിരൂക്ഷമായി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാട്ടാനകൾ തന്നെയാണ്. ഇപ്പോൾ നെറ്റിക്കുടിയിലാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. ആനയെ തുരത്താൻ വേണ്ടി വനം വകുപ്പ് വാച്ചർമാരുടെ ശ്രമം തുടരുകയാണ്. നിലവിൽ അല്പസമയം മുമ്പ് നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം മാറിയിട്ടുണ്ട്. പക്ഷേ അതിപ്പം ഈ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഉടനെ കാട് കയറ്റാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വനം വകുപ്പുള്ളത്. രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ CPI സ്ഥാനാർത്ഥികളായി. തിരുപ്പൂരിൽ സിറ്റിംഗ് MP കെ സുബ്ബരായനും നാഗപട്ടണത്ത് V സെൽവരാജും മത്സരിക്കും. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, CPIയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ 10 മണ്ഡലങ്ങൾ, അത് പുതുച്ചേരി ഉൾപ്പെടെയുള്ള 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിച്ചതിന് പിന്നാലെയാണ് CPI 2 സീറ്റുകളിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 സീറ്റുകളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അതേ സീറ്റുകളിൽ തന്നെയാണ് CPI ഇത്തവണയും മത്സരിക്കുന്നത്. തിരുപ്പൂരിലും അതുപോലെ തന്നെ നാഗപട്ടണത്തും. തിരുപ്പൂരിലാണെങ്കിൽ നിലവിലുള്ള MP തന്നെയാണ്, നിലവിലുള്ള MP സുബ്ബരായനാണ്, K സുബ്ബരായനാണ് മത്സരിക്കുക. നാഗപട്ടണത്ത് മാറിയിട്ടുണ്ട്. നാഗപട്ടണത്ത് V സെൽവരാജ സ്ഥാനാർത്ഥിയാകും. എന്തായാലും DMK സഖ്യത്തിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തു വരാനുണ്ട്, DMK സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തു വരാനുണ്ട്. ബാക്കി മുഴുവൻ സഖ്യകക്ഷികളിൽ മറ്റുള്ളവരെല്ലാം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് MDMKയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞു. MDMK തിരുച്ചിറപ്പള്ളിയിലാണ് മത്സരിക്കുന്നത്. അവിടെ MDMKയുടെ അധ്യക്ഷനായിട്ടുള്ള വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോ ആണ് അവിടെ മത്സരിക്കുന്നത്. അങ്ങനെ DMKയെ സംബന്ധിച്ച്, DMK സഖ്യത്തിനെ സംബന്ധിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും CPI സ്ഥാനാർത്ഥികളായിരിക്കുന്നു തമിഴ്നാട്ടിൽ. പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതി മുജീർ റഹ്മാന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് റിപ്പോർട്ട് നൽകും. മുത്തേരി ബലാത്സംഗ കേസിലെ ജാമ്യം റദ്ദാക്കാനാണ് പോലീസ് താമരശ്ശേരി കോടതിയിൽ റിപ്പോർട്ട് നൽകുക. റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാർ തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകി. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, പേരാമ്പ്ര അനു കൊലക്കേസിലെ പ്രതിയായ മുജീബ് റഹ്മാന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നിർണായക നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഏതാണ്ട് 55ഓളം കേസുകളിൽ നിലവിൽ ജാമ്യത്തിലാണ് ഈ പ്രതി. അതിനിടയിൽ അല്പം മുമ്പ് നമ്മൾ ഒരു പ്രതികരണം പുറത്തുവിട്ടിരുന്നു. മുത്തേരി ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ പ്രതികരണമാണ് നമ്മൾ പുറത്തുവിട്ടത്. അവരും പറഞ്ഞിരുന്നു ആ കേസിൽ ഉൾപ്പെടെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം തുടർന്നും ഇത്തരത്തിൽ കൃത്യങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഇങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി നടന്നാൽ നാളെയും ഈ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് അവരും പറഞ്ഞിരുന്നു. ഈ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. നാളെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം പോലീസ് കൈക്കൊള്ളും. താമരശ്ശേരി കോടതിയിലായിരിക്കും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. രാഹുൽ സുരേഷ്, കോഴിക്കോട്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ 2ാം പ്രതി വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. മോഷണ ശ്രമത്തിനിടെ കാലിന് പരിക്കേറ്റ വിഷ്ണു ചികിത്സയിലായിരുന്നു. വിഷ്ണുവിന്റെ സഹോദരിയുടെ നവജാത ശിശുവിനെ മറവ് ചെയ്ത സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. 5 ദിവസമാണ് കസ്റ്റഡി കാലാവധി. രാഹുൽ വിജയൻ, ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ കേസിൽ നിർണായകമായ തെളിവെടുപ്പിന് വേണ്ടിയാണ് വിഷ്ണുവിനെ കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിരിക്കുന്നത്. വിഷ്ണുവിന്റെ കാലിപ്പോഴും ഭേദമായിട്ടില്ല. ആംബുലൻസിലാണ് കോടതിയിൽ വിഷ്ണുവിനെ ഹാജരാക്കുകയും ചെയ്തത്. 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെളിവെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഈ കേസിൽ 2 പേരെയും അതുപോലെ തന്നെ ഈ വിഷ്ണുവിന്റെ അമ്മയെയും ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ നടപടികളിലേക്കും കടക്കും. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിലുള്ള കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. കേസുകൾ പിൻവലിക്കാൻ ഉത്തരവിറക്കി. 835 കേസുകളാണ് ഇതുവരെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. കേസുകൾ പിൻവലിക്കാത്തത് പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, വിശദാംശങ്ങൾ. ഉന്മേഷ, ഈ പൗരത്വ ഭേദഗതി വിജ്ഞാപനം നിയമത്തിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ അത് വലിയ രീതിയിൽ സംസ്ഥാന സർക്കാർ എതിർക്കുകയും അത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നുള്ള ഉറപ്പടക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ച ആളുകൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാത്തത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ആക്ഷേപം, ഒരു വിമർശനമടക്കം ഉയരുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായി കേസുകൾ പിൻവലിക്കുന്നത് സംബന്ധിച്ച നടപടികൾ സംസ്ഥാന സർക്കാർ വേഗത്തിലാക്കിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് 835 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിൽ അപേക്ഷകളടക്കം പിൻവലിക്കാൻ തീരുമാനിച്ചതിലെല്ലാം നടപടി പൂർത്തിയായി ഉറപ്പിക്കണമെന്നും പിൻവലിക്കാൻ അപേക്ഷ ലഭിച്ച മറ്റു കേസിലും നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഷഫീദ്, ഇത് നേരത്തെ മുതലുള്ള കേസുകളാണോ അതോ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ കേസുകളിലാണോ, അതോ രണ്ടിനും ബാധകമാണോ? രണ്ടിനും ബാധകമാണ്. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 835 കേസുകളിലും ഈ വിധത്തിൽ, അതായത് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഉറപ്പിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കൂടാതെ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യമായ നിർദ്ദേശം നൽകി കോടതിയിൽ അത് പൂർത്തീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ, തിരുവനന്തപുരത്ത് നിന്ന്. പേരാമ്പ്ര രാമല്ലൂരിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. നായ്ക്ക് പേവിഷബാധയുണ്ടെന്നാണ് സംശയം. നാട്ടുകാർ നായ്ക്കായി തെരച്ചിൽ നടത്തുകയാണ്. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, രാമല്ലൂരിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു സ്ത്രീ അടക്കം 3 പേരെയാണ് തെരുവ് നായ കടിച്ചത്.
വിനോദൻ, മറിയം, ആദർശ് എന്ന് 3 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇവർ 3 പേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആശങ്കപ്പെടുന്ന കാര്യമുള്ളത് ഇത് പേപ്പട്ടിയാണ് കടിച്ചതെന്നൊരു സംശയം നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പ്രദേശത്ത് പേപ്പട്ടിയുടെ ശല്യം ഉണ്ടായിരുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഈ 3 പേരെയും കടിച്ചത് പേപ്പട്ടിയാണ് എന്നതാണ് ചില നാട്ടുകാർ ഇവിടെ പറയുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. എന്നാൽ നാട്ടുകാർ അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. നിലവിൽ ഇവരുടെ 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. അരുൺ പൂപ്പറമ്പ, കോഴിക്കോട്. നെയ്യാറ്റിൻകര പ്ലാമൂട്ടിൽ ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല കവർന്നു. 6 പവന്റെ മാലയാണ് കവർന്നത്. സ്ത്രീ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബൈക്കിലെത്തിയ സംഘം സ്ത്രീയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. AV ജയശങ്കറുണ്ട് തിരുവനന്തപുരത്ത്. ജയശങ്കർ, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വിവരങ്ങൾ എന്തൊക്കെ? ഉന്മേഷ, ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. വീരാലി സ്വദേശിനിയായ ലിജിദാസിന്റെ മാലയാണ് ബൈക്കിലെത്തിയ 2 അംഗ സംഘം കവരുന്നത്. ഇവർ ബൈക്കിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സംഘം ഇവരുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി വരികയാണ്. ഇതുവരെ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഇവിടുത്തെ സമീപ പ്രദേശത്ത് തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപികയാണ്. ഡ്രൈവിംഗ് പരിശീലനം നടത്തി തിരിച്ചു വരുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു മോഷണം നടക്കുന്നത്. 6 പവന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം വർക്കലയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ യുവാവ് തിരയിൽപ്പെട്ടു മരിച്ചു. തമിഴ്നാട് കാരൂർ സ്വദേശി വിശ്വയാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, എപ്പോഴാണ് അപകടമുണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷം, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വർക്കല കാപ്പിൽ ബീച്ചിൽ കുളിക്കുന്നതിനിടയിലാണ് ഈ യുവാവ് ഈ തിരയിൽപ്പെട്ട് മരണപ്പെട്ടത്. ഈ തമിഴ്നാട്ടിൽ നിന്നും വർക്കല എത്തിയ കാരൂർ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളായ 30 അംഗ സംഘം ഈ വിനോദയാത്രയ്ക്ക് എത്തിയതാണ്. ഇവർ കടലിൽ കുളിക്കുന്നതിനിടയിൽ ഈ ശക്തമായ തിരയിൽ 4 പേർ പെടുകയായിരുന്നു. ഇതിൽ 4 പേരെയും തിരയിൽപ്പെട്ടതിനോട് ലൈഫ് ഗാർഡുകൾ കരക്കെത്തിച്ചെങ്കിലും. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബ്ദം വ്യക്തമല്ലാത്തതുകൊണ്ടാണ് ഇടപെടേണ്ടി വന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക്. ആലുവ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള വാർത്ത വരുന്നു. പ്രതികൾ സഞ്ചരിച്ച കാർ വാടകയ്ക്കെടുത്ത് നൽകിയത് ഇവരാണെന്ന് കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു. ഇനി 100 ന്യൂസ് ശ്രീലക്ഷ്മി എത്തും. നമസ്കാരം.